ലോക കാഴ്ചയ്ക്കായുള്ള ഇന്നത്തെ എൻ്റെ യാത്ര മൗറീഷ്യസിലെ സിറ്റാഡൽ കോട്ടയും മറിയ റെനിഡീല പള്ളിയും കാണുന്നതിലേക്കാണ്. കോട്ട നാടിനെയും ജനങ്ങളെയും സംരക്ഷിക്കുന്നു. ആരാധനാലയം നാടിനെയും ജനങ്ങളെയും അനുഗ്രഹിക്കുന്നു. മൗറീഷ്യസിലെ കോട്ടയും പള്ളിയും കാണുന്നതിലേക്കുള്ള യാത്ര. ആദ്യം സിറ്റാഡൽ കോട്ട കാണുന്നതിലേക്കാണ് ഞാൻ പോയത്. ചെറിയ ബസ്സിലാണ് ഞാൻ സിറ്റാഡൽ കോട്ടയിലേക്ക് പുറപ്പെട്ടത്. സിറ്റാഡൽ കോട്ടയുടെ ചരിത്രം ഗൈഡ് വിശദീകരിച്ചു തുടങ്ങി. മൗറീഷ്യസിലെ മഞ്ഞും മഴയും ചൂടുമേറ്റ് രാപ്പകൽ അധ്വാനിച്ച് ജീവിക്കുന്ന ഇന്ത്യൻ വംശജയായ പെൺകുട്ടിയാണ് ഗൈഡ്. To Citadel, which is known as the Fort Adelaide, built in 1835 by Sir Nicola William. So this fort was built basically by the Britishers after the last battle in 1810, but it was never used as a fort. So now from the Fort Adelaide, we will have a very nice view of fortress. Ours will be 50 meters above sea level. We'll be able to see the harbour of Mauritius, the main business area, the residential area of Fortress, and also the race course of Mauritius known as Le Champ de Mars. മൗറീഷ്യസ് വിശേഷങ്ങൾ പറയുന്നതിനോടൊപ്പം ഇന്നത്തെ യാത്രയിൽ ബസ് നിർത്തുന്ന സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് എന്തൊക്കെ സൗകര്യങ്ങളാണ് കിട്ടുന്നതെന്ന് ഗൈഡ് മുൻകൂട്ടി പറഞ്ഞുകൊണ്ടേയിരുന്നു. അത് നല്ല ഒരു കാര്യം തന്നെ. If anybody need medical shop is available in this mall. Okay, if you would like to have sugarcane juice in Mauritius, the only place where you can taste sugarcane juice today is in Fortress at Leukoda Water Park. Here in Mauritius, they are selling sugarcane juice mixed with lemon flavor, ginger flavor, coconut flavor, with tropical fruits, and also with local rum and local beer Phoenix. വീതി കുറഞ്ഞ റോഡിൻ്റെ വലതുഭാഗം ഉയർന്ന കോട്ടമതിലും ഇടതുഭാഗം അപകടം സംഭവിക്കുമോ എന്ന് ഭയപ്പെടുന്ന രീതിയിലുള്ള താഴ്ന്ന ഭാഗവും കണ്ടുള്ള യാത്ര. അപകടഭീതി ഒഴിവാക്കാൻ ബസ് വലത്തോട്ടൊന്ന് ചേർക്കണമെന്ന് വെച്ചാൽ നടക്കില്ല. നേരത്തെ എത്തിയ ബസ്സുകൾ റോഡിൻ്റെ വലതുഭാഗം കൈയടക്കി കഴിഞ്ഞു. ഇന്ത്യയിൽ നിന്നെത്തിയ ഒരു കൂട്ടം യുവ മിഥുനങ്ങളോടൊപ്പമാണ് മൗറീഷ്യസിലെ കോട്ടയും പള്ളിയും കാണുന്നതിനുള്ള എൻ്റെ ഇന്നത്തെ യാത്ര. എൻ്റെ ബസ്സിലുണ്ടായിരുന്നവരെ പോലെ തന്നെ അവിടെ കണ്ടവരും ഇന്ത്യയിൽ നിന്നുള്ള സൗന്ദര്യ യുവ മിഥുനങ്ങളായിരുന്നു. വെറുതെയല്ല ഗൈഡ് എന്നോട് ചോദിച്ചത് ഇന്ത്യക്കാരെല്ലാം ഇത്രയും സുന്ദരന്മാരും സുന്ദരികളുമാണോ എന്ന്. ദൈവമേ, അവളുടെ നാക്ക് പൊന്നായിരിക്കട്ടെ. അവൾ പറഞ്ഞതുപോലെ ഇന്ത്യക്കാരെല്ലാം സൗന്ദര്യമുള്ളവരായി മാറട്ടെ എന്ന് ഞാൻ മൗറീഷ്യസിൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. സിറ്റാഡൽ കോട്ടയുടെ മുന്നിൽ ബസ് നിർത്തുന്ന ഭാഗത്ത് തന്നെ ഒരു കൂറ്റൻ പീരങ്കിയും നഗരം കണ്ട് ആസ്വദിക്കുന്നതിനുള്ള വ്യൂ പോയിന്റും ഉണ്ട്. അവിടെ ധാരാളം പേർ നഗരം ആസ്വദിച്ച് കാണുകയും നഗരത്തെയും പീരങ്കിയെയും ചേർത്ത് ഫോട്ടോകൾ എടുക്കുന്ന തിരക്കിലുമാണ്. ഞാനും അവരോടൊപ്പം നിന്ന് ധാരാളം കാഴ്ചകൾ പകർത്തി.
ഇവിടെ നിന്ന് നോക്കിയാൽ നഗരത്തിൻ്റെ കുറേ ഭാഗം ഭംഗിയായി പകർത്താം. സഞ്ചാരികൾ അങ്ങനെ ചെയ്യുന്നുമുണ്ട്. ഇവിടെ ഇതാ പീരങ്കിയുടെ തണലിൽ ആശ്വാസം കണ്ടെത്തി നിൽക്കുകയാണ് ഒരു പെൺകുട്ടി. അവൾക്ക് ഒരു തണൽ മരം പോലെയാണ് ഈ പീരങ്കി. അല്ലയോ പീരങ്കി, ഒരു കാലത്ത് നീ ആരായിരുന്നു? നിന്റെ വെടിയുണ്ടകളാൽ മരിച്ചവരെത്ര? നിന്റെ വെടിയുണ്ടകളാൽ തകർന്നടിഞ്ഞു പോയ വാസഗ്രഹങ്ങളെത്ര? അതെല്ലാം പീരങ്കി നീ ഓർക്കുന്നുണ്ടോ? ഇത്രയും സ്നേഹത്തോടെ നിന്റെ അരികിൽ വന്നു നിൽക്കുന്നവരുടെ മുൻ തലമുറക്കാരെയാണ് നീ കൊന്നൊടുക്കിയത്. അവരുടെ ഭവനങ്ങളെയാണ് നീ തകർത്തത്. ഭൂമിയുടെ സത്യവും മനുഷ്യ സ്നേഹവും എന്തെന്ന് അന്ന് നീ അറിഞ്ഞു കാണില്ല. ഈ തണലും സ്നേഹവുമാണ് ഭൂമിയിലെ ശാശ്വതമായ സത്യം. ഇത് എല്ലാവരും മനസ്സിലാക്കിയിരുന്നെങ്കിൽ മനുഷ്യ ജീവിതത്തെയോ ഭൂമിയിലെ മറ്റ് ജീവജാലങ്ങളെയോ ദുഃഖിപ്പിക്കുന്ന ഏത് പ്രവണത ആര് ചെയ്താലും അതിനെ കാലം കളിപ്പാട്ടമാക്കി മാറ്റും. പീരങ്കിയുടെ മുകളിൽ കയറി കൊച്ചുകുട്ടികൾ കളിക്കുന്ന കാഴ്ച തന്നെ അതിന് ഒരു ഉദാഹരണമാണ്. പീരങ്കിയുടെ ഇന്നത്തെ അവസ്ഥയിൽ നിന്നും എൻ്റെ മനസ്സിനെ സിറ്റാഡൽ കോട്ടയുടെ കാഴ്ചയിലേക്ക് തിരിച്ചു. 1830 സിറ്റാഡൽ കോട്ടയുടെ പണി തുടങ്ങിയത്. 10 വർഷം കൊണ്ട് കോട്ടയുടെ പണി പൂർത്തിയായി. പോർട്ട് ലൂയിസ് തുറമുഖത്തെ വിദേശ ആക്രമണത്തിൽ നിന്നും രക്ഷിക്കുന്നതിനാണ് കോട്ട പണിതത്. ഫ്രഞ്ച് ഗവർണറായിരുന്ന അന്റോണിയോ മറിയ ബിസ്പോഗാണ് കോട്ടയുടെ നിർമ്മാണം തുടങ്ങിയത്. 18-19 നൂറ്റാണ്ടുകളിൽ ഉണ്ടായേക്കാവുന്ന എല്ലാ ആക്രമണങ്ങളെയും നേരിടാൻ പാകത്തിനാണ് കോട്ട നിർമ്മിച്ചത്. 65,000 തൊഴിലാളികളുടെ കഠിന പ്രയത്നമാണ് മൗറീഷ്യസിലെ സിറ്റാഡൽ കോട്ട. 1830 നവംബർ 11 കോട്ടയുടെ നിർമ്മാണത്തിന് തറക്കല്ല് ഇട്ടത്. നവംബർ 4 പണി പൂർത്തീകരിച്ച് കോട്ട രാജ്യ സുരക്ഷയ്ക്കായി സൈന്യത്തിന് കൈമാറി. 45,354 പൗണ്ടാണ് സിറ്റാഡൽ കോട്ടയുടെ നിർമ്മാണ ചിലവ്. കരിങ്കല്ലും ചുണ്ണാമ്പും കൊണ്ടാണ് കോട്ട നിർമ്മിച്ചിട്ടുള്ളത്. കോട്ട നിർമ്മിച്ച തൊഴിലാളികളിൽ അധികം പേരും അടിമകളായിരുന്നു. കരിമ്പിൻ കൃഷിക്കായി കൊണ്ടുവന്ന ആഫ്രിക്കൻ അടിമകളായിരുന്നു ഈ കോട്ട നിർമ്മിച്ചത്. മനുഷ്യ പ്രയത്നത്തിൻ്റെ മഹാശില്പമാണ് മൗറീഷ്യസിലെ പോർട്ട് ലൂയിസിലെ സിറ്റാഡൽ കോട്ട. കോട്ടയുടെ കൂടുതൽ ദൃശ്യങ്ങൾ പകർത്താനായി മുകൾ ഭാഗത്തേക്ക് പോകണം. മുകളിലേക്ക് പോകാൻ വീതി കുറഞ്ഞ പടവുകളാണ് ഉള്ളത്. ഞാൻ പടവുകൾ കയറി. പക്ഷേ 2 യുവ മിഥുനങ്ങൾ ആ പടവുകളിലിരുന്ന് ഫോട്ടോ എടുക്കുകയാണ്. പിന്നെ ഞാൻ ആ ദൃശ്യങ്ങൾ പകർത്തി. പിന്നെ എനിക്ക് വഴിയൊരുക്കാൻ അവർ ഫോട്ടോ എടുപ്പ് മതിയാക്കി മുകളിലേക്ക് നടന്നു. അവരുടെ പിന്നാലെ ഞാനും പടവുകൾ കയറി. മൗറീഷ്യസിലെ സിറ്റാഡൽ കോട്ടയുടെ ദൃശ്യങ്ങൾ പകർത്തുവാനുള്ള പ്രതീക്ഷയുമായി വന്ന എൻ്റെ മനസ്സ് അവിടെ നടക്കുന്ന സന്തോഷത്തിൻ്റെ ഫോട്ടോ എടുപ്പ് കാഴ്ചകളിലേക്ക് തിരിഞ്ഞു.
യുവ മിഥുനങ്ങൾ, എവിടെയും യുവ മിഥുനങ്ങൾ. യുവ മിഥുനങ്ങൾക്ക് അപ്പോൾ തോന്നുന്ന അവരുടെ ഭാവനയ്ക്കനുസരിച്ച് മാറിയും മറിഞ്ഞും ഫോട്ടോ എടുപ്പ് നടക്കുകയാണ്. ക്ലോസപ്പ് പടമെടുക്കുന്നു, ഒറ്റയ്ക്ക് പോസിൽ നിന്ന് പടമെടുക്കുന്നു, അകലെ മലയെ ബാക്ക്ഗ്രൗണ്ടാക്കിയും താഴെ നഗരത്തെ ബാക്ക്ഗ്രൗണ്ടാക്കിയും നിന്ന് പടമെടുക്കുന്നു. അവർക്ക് എങ്ങനെയൊക്കെ തോന്നുന്നുവോ ആ രീതിയിലൊക്കെ നിന്ന് പടമെടുക്കുന്നു. കോട്ടയുടെ മുകളിൽ സന്തോഷത്തിൻ്റെ പൂക്കാലം കാണുകയാണ് ഞാൻ. പോർട്ട് ലൂയിസിലെ സിറ്റാഡൽ കോട്ടയുടെ മുൻഭാഗത്ത് കണ്ട പീരങ്കിയുടെ മുൻകാല ചരിത്രം ചിന്തിച്ചതുപോലെ കോട്ടയുടെ മുകൾ ഭാഗത്തെ മുൻകാല ചരിത്രം ഞാനൊന്ന് ചിന്തിച്ചു നോക്കി. പണ്ട് കോട്ട സംരക്ഷകരായ കിങ്കരന്മാരും മല്ലന്മാരും അട്ടഹസിച്ച് നടന്ന ഈ സ്ഥലത്ത് ഇന്നിതാ സന്തോഷത്തിൻ്റെ പൂക്കാലം വിരിയിച്ചുകൊണ്ട് യുവമിഥുനങ്ങൾ ചിത്രശലഭങ്ങളെപ്പോലെ പാറി പറന്നു നടക്കുന്നു. കുന്തങ്ങളും തോക്കുകളും ഏന്തിയ കാവൽ ഭടന്മാരുടെ കാലുകൾ ഞെരിഞ്ഞമർന്ന സ്ഥലത്ത് ഇന്നിതാ മൈലാഞ്ചിയിട്ട കാലുകളുടെ മൃദു സ്പർശങ്ങളാണ് കോട്ട മുകളിലെ കല്ലുകൾക്ക് കിട്ടുന്നത്. അന്ന് കോട്ടമതിലിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് അകലെ കാണുന്ന മലയിൽ തങ്ങളെ ആക്രമിക്കാൻ വരുന്ന ശത്രുക്കൾ ആരെങ്കിലും നിൽപ്പുണ്ടോ എന്ന് നോക്കിയിരുന്നെങ്കിൽ ഇന്ന് കോട്ടമുകളിൽ നിൽക്കുന്നവർ അകലെ കാണുന്ന മലയിൽ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടോ എന്ന് കൗതുകത്തോടെ നോക്കുകയാണ്. സിറ്റാഡൽ കോട്ടയുടെ മുകളിൽ നിന്നുകൊണ്ട് പോർട്ട് ലൂയിസ് നഗരത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ പകർത്തിയ ശേഷം ഞാൻ താഴേക്കിറങ്ങി. എൻ്റെ ബസ്സിൽ വന്നവർ തിരികെ ബസ്സിൽ കയറുകയാണ്. എനിക്കും മടങ്ങാൻ സമയമായി. ചരിത്രമുറങ്ങുന്ന മൗറീഷ്യസിലെ സിറ്റാഡൽ കോട്ടയുടെ കാഴ്ചകളിൽ നിന്നും ഇനി എൻ്റെ യാത്ര മറിയ റെനീഡീല ദേവാലയം കാണുന്നതിനാണ്.